ഹലോ ഗായ്സ്, ഇതാണ് ബീടോട്ടിൻ്റെ 7 സ്പ്രിംഗ് ഓട്ടോമാറ്റിക് ക്രാഡിൽ ഡിവൈസ്. സോ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഇതാണ് ബീടോട്ടിൻ്റെ 7 സ്പ്രിംഗ് ഓട്ടോമാറ്റിക് ക്രാഡിൽ ഡിവൈസ്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. നമുക്കിത് അൺബോക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ കാർഡാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഉള്ളത്. ദെൻ അഡാപ്റ്റർ, ഇതിൻ്റെ ഡിവൈസ്, സെറ്റ് ഓഫ് സ്പ്രിങ്സ് ആണുള്ളത്. ഇത് കമ്പാരിറ്റീവ്ലി 5 സ്പ്രിംഗ് ഓട്ടോമാറ്റിക് ക്രാഡിൽ ഡിവൈസസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലെങ്ത് ഇച്ചിരി കുറവാണ്. പക്ഷേ ക്വാളിറ്റിയിൽ യാതൊരു വ്യത്യാസവുമില്ല, വളരെയധികം സ്ട്രെച്ചബിൾ ആണ്. ദെൻ ഈ സ്പ്രിങ്സ് അറ്റാച്ച് ചെയ്യാനുള്ള 2 സ്പ്രിംഗ് പെറ്റൽസ് കൂടിയുണ്ട്. ദെൻ നൈലോൺ ഡ്രോപ്സ്, ഇത് അറ്റാച്ച് ചെയ്യാനുള്ള 3 ഹുക്സ് കൂടിയാണുള്ളത്. സോ നമുക്ക് ഈ ഡിവൈസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഹുക്ക് കണക്ട് ചെയ്യാം. അതൊരു സ്പ്രിംഗ് പാലറ്റിൻ്റെ ഹോളുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ദെൻ സ്പ്രിംഗ് പാലറ്റിലേക്ക് ഒരു സ്പ്രിങ് കണക്ട് ചെയ്യാം. ദെൻ സെക്കൻഡ് സ്പ്രിംഗ് പാലറ്റിലേക്ക് സ്പ്രിങ്ങിൻ്റെ എഡ്ജസ് കണക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ അഗെയിൻ ഹുക്ക് കണക്ട് ചെയ്യാം. റോപ്പ് നമ്മൾ ഒരു നോട്ട് ഇട്ടതിന് ശേഷം വീലുമായിട്ട് കണക്ട് ചെയ്യാം. ദെൻ ഈ റോപ്പ് സ്പ്രിംഗ് പാലറ്റുമായിട്ട് കണക്ട് ചെയ്യാം. ബാലൻസിങ്ങിന് വേണ്ടി നമ്മൾ സ്പ്രിംഗ് പാലറ്റിന്റെ 2 ഹോൾസിലൂടെ ഒരു നോട്ട് ചെയ്ത് കൊടുക്കാം. ക്രാഡിലിൻ്റെ ഹാഫ് സെറ്റിങ് കഴിയുമ്പം ഇങ്ങനെയാണ്. ദെൻ ഈ ഹുക്കുമായിട്ട് ക്രാഡിൽ കണക്ട് ചെയ്യാവുന്നതാണ് നമുക്ക്. സോ നമുക്കിവിടെ ഡിവൈസിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഓൺ ആൻഡ് ഓഫ്. നമ്മളിവിടെ മെഷീൻ ഓൺ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ക്രാഡിൽ വർക്ക് ചെയ്ത് തുടങ്ങുന്നതാണ്. ദെൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ ബേബിക്ക് ഏതൊക്കെ വോളിയത്തിലാണ് പാട്ട് കേൾക്കേണ്ടതെന്നുള്ളത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ ഓൾസോ നമുക്കിവിടെ സ്പീഡ് അഡ്ജസ്റ്റിംഗ് നോബും ഉണ്ട്. ഇവിടേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ ഒരു ടൈം സെറ്റിംഗ് ബട്ടൺ ഉണ്ട്. ഇതൊരു ടൈം സെറ്റിംഗ് അലാമാണ്. സോ നമ്മൾ ബേബിയെ ക്രാഡിൽ കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ പവർ ബട്ടൺ ഓൺ ചെയ്യുന്നതിന് മുന്നേ ഹാങ്ങിങ്ങിന് തൊട്ട് മുന്നായിട്ട് നമ്മൾ ഗ്രൗണ്ട് സ്പേസിൽ നിന്ന് ഏകദേശം 60 സെൻറ്റിമീറ്റർ എബവ് ആയിരിക്കണം ക്രാഡിലിൻ്റെ പൊസിഷൻ എന്ന് നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ടതാണ്.